ഹായ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 2013 ഐ തിങ്ക്, ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയേഴ്സ്, +1 പഠിക്കുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ്, ഞാൻ അധികവും സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവരുടെ കൂടെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ കൂടെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് കടലിൽ കുളിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഒരു 10 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കടലിൽ കുളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കടലിൻ്റെ അടുത്ത് ചേർന്ന് ഒരു പുഴ പോലെയുള്ള ഒരു അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രണ്ട്, സുഹൈൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പോൾ അവന് നീന്താൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് വെള്ളത്തിൽ ചാടിയപ്പോൾ അവൻ നീന്താൻ അറിയില്ലല്ലോ, അവൻ മുങ്ങിത്താഴ്ന്നു. മാത്രമല്ല അടിയിൽ നല്ല ചെളിയാണ്. ഞാൻ ഏകദേശം മുട്ടോളം ചെളിയുണ്ട് അതിനകത്ത്. ഒരിക്കലും നീന്താൻ അറിയാത്ത ആൾ പെട്ടുപോയാൽ ഒബ്വിയസ്ലി അവൻ ഡെത്ത് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടു. അപ്പോൾ ആ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാവരും പറഞ്ഞു അവൻ മുങ്ങിത്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന്, എനിക്ക് അത്യാവശ്യം നീന്താനൊക്കെ അറിയാം. ഞാൻ ഇങ്ങനെ മുങ്ങി ഇങ്ങനെ വെള്ളത്തിലൊക്കെ അടിയിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കാനൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാൻ അടിയിൽ മുങ്ങിത്താഴ്ന്ന് അവൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തോളിട്ടിട്ട് അവനെ ഉയർത്തി. എൻ്റെ കാലും ചെളിയിൽ താഴ്ന്നു. എന്നാലും അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തി മുകളിൽ നിന്ന് എല്ലാവരും വലിച്ചുകൂടി അവന് കരക്കെറിഞ്ഞു. അവസാനം ഞാനും എൻ്റെ നീന്താൻ അറിയുന്നതുകൊണ്ട് ഞാനും കരക്ക് കയറി. അപ്പോൾ ഈ സംഭവം ഉണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ രക്ഷിച്ചു. പക്ഷെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്കായി. പിന്നെ ഞാൻ അക്കൗണ്ട്സിങ് പഠിക്കാൻ പോവായിരുന്നു 1 വർഷം കഴിഞ്ഞിട്ട്. ഞാൻ ഈ സംഭവമൊക്കെ മറന്നുപോയി. അപ്പോൾ ഞാൻ അക്കൗണ്ട്സിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിനും പോവായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവിടെ, ഈ സിനാൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ട്. അവന് അക്കൗണ്ട്സ് പഠിക്കുന്നത് വേറെ സ്ഥാപനത്തിലാണ്, ഞാൻ പഠിക്കുന്നത് വേറെ സ്ഥാപനത്തിലാണ്. അപ്പോൾ ഈ സിനാന് പഠിക്കുന്ന സ്ഥാപനത്തിലാണ് സുഹൈലും പഠിക്കുന്നത്. അപ്പോൾ ഈ സംഭവം സുഹൈൽ സിനാനോട് പറഞ്ഞു, നീ ഇപ്പോൾ എൻ്റെ കൂടെ അല്ലേ അവൻ സ്പോക്കൺ ഇംഗ്ലീഷ് വരുന്നത്? അതെ, അവന് എനിക്കറിയാം, അവനെ എന്നെ ജീവിതത്തിൽ രക്ഷിച്ച ആളാണ്. ഞാൻ മുങ്ങിത്താഴുന്ന സമയത്ത് അവന് എന്നെ അടിയിൽ ഇങ്ങനെ പൊക്കിയെടുത്തു, എൻ്റെ ജീവൻ രക്ഷിച്ച ആളാന്നൊക്കെ അവന് സിനാനോട് പറഞ്ഞു. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞ് ഞാനും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ പള്ളിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സേഷന് വേണ്ടി ഞാൻ പള്ളിയിൽ വെറുതെ ഇരിക്കും, അവിടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സുഹൈൽ അവിടെ വന്നു. അപ്പോൾ അവനെ കണ്ടു. അപ്പോൾ ഞാനോട് ഇങ്ങനെ കാഷ്വലി സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് നിന്നെ രക്ഷിച്ച ഇങ്ങനെ കാര്യങ്ങൾ, നിന്നെ മുങ്ങി താഴ്ന്നപ്പോൾ പൊക്കിയ കാര്യം അവനോട് എന്തിനാണ് പറഞ്ഞെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ, അപ്പോൾ നിന്നെക്കുറിച്ച് എനിക്ക് എന്നോട് പറയണ്ടേ, നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി, എന്നെ കൊണ്ട് ഒരാളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ ഇന്നും അഭിമാനിക്കുന്ന ആ കാര്യത്തിൽ. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവരും അടുത്ത സ്റ്റോറിയുമായി വീണ്ടും വരാം.